ബി.ജെ.പി. നേതൃത്വം ഒരു പേര് പ്രഖ്യാപിച്ചു. നിതിൻ നബിൻ. ദിവസങ്ങളായി ഇന്ത്യ ഉറ്റുനോക്കിയ ഒരു ചോദ്യമുണ്ട്. ജെ.പി. നദ്ദയ്ക്ക് ശേഷം ലോകത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയായ ബി.ജെ.പിയുടെ അടുത്ത തലവനാര്? ആഴ്ചകളോളം നീണ്ട ചർച്ചകൾക്ക് ശേഷം ബി.ജെ.പി. ആ പേര് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതൊരു സാധാരണ പേരോ പരിചിതമായ മുഖമോ ആയിരുന്നില്ല. ബി.ജെ.പി. കേവലം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമല്ല, അത് അടുത്ത ദശാബ്ദത്തേക്കുള്ള ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഗതി നിർണയിക്കുന്ന തന്ത്രശാലികളുടെ കോട്ടയാണ്. കാലം തെറ്റാതെ കൃത്യസമയത്ത് എടുക്കുന്ന ഓരോ നീക്കത്തിലൂടെയും അവർ തങ്ങളുടെ എതിരാളികളെ വിറപ്പിക്കുന്നു. ആ തന്ത്രങ്ങളുടെ കേന്ദ്രത്തിൽ നിന്ന് രാജ്യത്തിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റിയ ഒരു രാഷ്ട്രീയ പ്രഖ്യാപനം. ബി.ജെ.പിക്ക് ഒരു ലക്ഷ്യമുണ്ട്: യുവ ഇന്ത്യയെ നയിക്കാൻ യുവ നേതൃത്വം. ആരാണ് നിതിൻ നബിൻ? അദ്ദേഹത്തിന്റെ നിയമനം ഈ രാജ്യത്തെ രാഷ്ട്രീയ സമവാക്യങ്ങൾ എങ്ങനെ മാറ്റും? നമുക്ക് വിശദമായി പരിശോധിക്കാം. ബീഹാറിൽ ഭരണത്തിലും സംഘടനയിലും തന്റേതായ കയ്യൊപ്പ് പതിപ്പിച്ച യുവത്വത്തിന്റെ പ്രതീകമായ നിതിൻ നബിനെ ബി.ജെ.പി. അവരുടെ ദേശീയ വർക്കിംഗ് പ്രസിഡന്റായി നിയമിച്ചു കഴിഞ്ഞു. ബി.ജെ.പി. സ്ഥാപിതമായ അതേ വർഷം ജനിച്ച ഈ 45-കാരൻ ഔദ്യോഗികമായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ അദ്ദേഹം പാർട്ടിയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അധ്യക്ഷൻ എന്ന പദവിയിലേക്ക് കുതിക്കുകയാണ്. എ.ബി.വി.പിയുടെ തീച്ചൂളയിൽ രാഷ്ട്രീയ പാഠങ്ങൾ അഭ്യസിച്ച യുവമോർച്ചയുടെ ദേശീയ ജനറൽ സെക്രട്ടറിയായി രാജ്യമെമ്പാടും പാർട്ടിക്ക് വേണ്ടി വിശ്രമമില്ലാതെ പ്രവർത്തിച്ച സംഘടനാ പാടവം രക്തത്തിൽ അലിഞ്ഞ വ്യക്തിത്വമാണ് അദ്ദേഹം. ബീഹാറിലെ പട്ന വെസ്റ്റ്, പിന്നീട് ബങ്കിപ്പൂർ മണ്ഡലങ്ങളെ പ്രതിനിധീകരിച്ച 5 തവണ തുടർച്ചയായി നിയമസഭയിലെത്തിയ അദ്ദേഹത്തിന്റെ വിജയ പരമ്പര ജനങ്ങളിലുള്ള അടിയുറച്ച വിശ്വാസമാണ് തെളിയിക്കുന്നത്. റോഡ് നിർമ്മാണം, നഗരവികസനം തുടങ്ങിയ വകുപ്പുകളുടെ ചുമതല വഹിച്ചപ്പോൾ കേവലം വാക്കുകളിലല്ല, കർമ്മത്തിലൂടെയാണ് നിതിൻ നബിൻ തന്റെ ഭരണ മികവ് തെളിയിച്ചത്. റോഡുകളുടെ വികസനത്തിലും നഗരങ്ങളെ ജനകീയമാക്കുന്നതിലും അദ്ദേഹം നടത്തിയ മുന്നേറ്റങ്ങൾ ബീഹാർ രാഷ്ട്രീയത്തിൽ ഒരു പുതിയ അധ്യായം തന്നെ കുറിച്ചു. ഛത്തീസ്ഗഡിലും സിക്കിമിലും പാർട്ടി ഇൻചാർജായി പ്രവർത്തിച്ച തിരഞ്ഞെടുപ്പ് വിജയങ്ങൾക്ക് പിന്നിൽ തന്ത്രങ്ങൾ മെനഞ്ഞ അദ്ദേഹത്തിന്റെ സംഘടനാപരമായ ജീനിയസ് ദേശീയ നേതൃത്വം തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. അതിന്റെ തെളിവ് തന്നെയായിരുന്നു ഈ പ്രഖ്യാപനം. ഇത് വെറും ഒരു പദവി മാറ്റമല്ല സുഹൃത്തുക്കളെ, ഇതൊരു പാരമ്പര്യമാണ്. 2019 ജെ.പി. നദ്ദ പിന്തുടർന്ന അതേ പാത. കേന്ദ്ര ആരോഗ്യമന്ത്രിയുടെ അധിക ചുമതലകൾക്കിടയിൽ ജെ.പി. നദ്ദ ഒഴിയുന്ന ദേശീയ അധ്യക്ഷ പദവിയിലേക്ക് പരിശീലന ഘട്ടമെന്നോണം നിതിൻ നബിനെ നിയമിച്ചിരിക്കുന്നത് അദ്ദേഹത്തെ ഭാവിയിലെ പാർട്ടി പ്രസിഡന്റായി വാഴിക്കുന്നതിനുള്ള വ്യക്തമായ സൂചനയായിരുന്നു. ബീഹാറിൽ നിന്നും ഉയർന്നു വരുന്ന ഭരണത്തിലും സംഘടനയിലും ഒരുപോലെ പരിചയസമ്പന്നനായ ഈ യുവ നേതാവ് ബി.ജെ.പിയുടെ ദേശീയ രാഷ്ട്രത്തിന് നൽകാൻ പോകുന്ന ഊർജം ചെറുതായിരിക്കില്ല. 45 വയസ്സുകാരനായ ഈ നേതാവ് പാർട്ടിക്ക് അടുത്ത ദശാബ്ദത്തിൽ കൂടുതൽ കരുത്തു പകരും എന്നതിൽ സംശയമില്ല. ഇനി നിതിൻ നബിന്റെ സവിശേഷതകൾ നോക്കാം. അദ്ദേഹവുമായി അടുത്ത് പ്രവർത്തിച്ചവർ നിതിൻ നബിനെ കഠിനാധ്വാനി, പൂർണ്ണതയുള്ള സംഘടനാ പ്രവർത്തകൻ എന്നിങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത്. 45-കാരനായ നബിൻ ബി.ജെ.പിയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ വർക്കിംഗ് പ്രസിഡന്റാണ്. യുവ നേതാക്കളെ ഉത്തരവാദിത്തമുള്ള സ്ഥാനങ്ങളിലേക്ക് ഉയർത്താനുള്ള പാർട്ടിയുടെ വിശാലമായ തന്ത്രത്തിന് ഇത് അനുയോജ്യമാണ്. പ്രായം കുറവാണെങ്കിലും ബീഹാറിലെ യുവജന വിഭാഗത്തിൽ നിന്ന് ഉയർന്നു വന്ന് പ്രധാന തിരഞ്ഞെടുപ്പ് ചുമതലകൾ കൈകാര്യം ചെയ്തുകൊണ്ട് ഏകദേശം 2 പതിറ്റാണ്ടിന്റെ സംഘടനാപരമായ അനുഭവ സമ്പത്ത് അദ്ദേഹം കൊണ്ടുവന്നു. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ വേരുകൾക്ക് ആഴമുണ്ട്. മുൻ ജനസംഘം അംഗമായിരുന്ന അദ്ദേഹത്തിന്റെ പിതാവ് ഒരു നിയമസഭാ സമാജകനായിരുന്നു. നബിന് അനുകൂലമായി കണക്കാക്കപ്പെടുന്ന 3 ഘടകങ്ങൾ ഇവയാണ്. പാർട്ടിയുടെ സംഘടനയിലും താഴെത്തലത്തിലുള്ള തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലുമുള്ള അദ്ദേഹത്തിന്റെ അറിവ്, നേതൃത്വത്തിന്റെ പ്രവർത്തന രീതിയുമായുള്ള അദ്ദേഹത്തിന്റെ പൊരുത്തം, പ്രയാസകരമായ രാഷ്ട്രീയ ചുമതലകൾ പോലും വിജയകരമായി പൂർത്തിയാക്കാനുള്ള കഴിവ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് ഛത്തീസ്ഗഡിലെ അദ്ദേഹത്തിന്റെ പ്രവർത്തനം ആദ്യം തിരിച്ചറിഞ്ഞത്. പിന്നീട് തലസ്ഥാനത്ത് ഏകദേശം 3 പതിറ്റാണ്ടോളം നീണ്ട തിരഞ്ഞെടുപ്പ് വരൾച്ച അവസാനിപ്പിക്കാൻ സഹായിച്ച ബി.ജെ.പിയുടെ ഡൽഹി പ്രചാരണത്തിന്റെ പ്രധാന ഭാഗമാക്കി അദ്ദേഹത്തെ നിയമിച്ചു. പാർട്ടി നേതൃത്വത്തിന്റെ പ്രവർത്തന രീതി അദ്ദേഹത്തിന് നന്നായിട്ടറിയാം. അതിരുകൾ ലംഘിക്കാതെയുള്ള പ്രവർത്തനങ്ങളാണ് നിതിൻ നബിൻ കാഴ്ചവെച്ചത്. അദ്ദേഹം എല്ലാവരെയും, പ്രത്യേകിച്ച് മുതിർന്നവരെ ഒപ്പം കൊണ്ടുപോകുന്ന വ്യക്തിയാണ്. അദ്ദേഹം കായസ്ഥ സമുദായത്തിൽ നിന്നാണ് വരുന്നത്. ഇത് പലപ്പോഴും രാഷ്ട്രീയമായും നിഷ്പക്ഷമായും മറ്റു സമുദായങ്ങളുമായും നേരിട്ടുള്ള സംഘർഷമില്ലാത്ത ഗ്രൂപ്പായും കണക്കാക്കപ്പെടുന്നു. ബീഹാറിലെ പ്രചാരണത്തിനിടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അദ്ദേഹത്തിന്റെ പട്നയിലെ വസതി സന്ദർശിച്ചത് സംഘടനാപരമായ പ്രവർത്തനത്തിലുള്ള അംഗീകാരമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ജീവികാതിഥി ശൃംഖലയെ ഏകോപിപ്പിക്കാനുള്ള ചുമതല അദ്ദേഹം വിജയകരമായി തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. എൻ.ഡി.എ സഖ്യത്തിന്റെ ഐക്യം പ്രകടിപ്പിച്ച പ്രധാന ഏകോപന യോഗങ്ങളിലും അദ്ദേഹം പങ്കെടുത്തു.
2 സീറ്റുകളിൽ നിന്ന് തുടങ്ങി ഇന്ന് ഭാരതത്തിന്റെ ഭരണചക്രം തിരിക്കുന്ന വൻ ശക്തിയായി BJP വളർന്നത് കൃത്യമായ പ്ലാനിങ്ങിലൂടെയും കഠിനാധ്വാനത്തിലൂടെയുമാണ്. JP നദ്ദ എന്ന സമുന്നതനായ നേതാവിൽ നിന്ന് പാർട്ടിയുടെ ചെങ്കോൽ നിതിൻ നബിൻ എന്ന യുവ പോരാളി ഏറ്റെടുക്കുമ്പോൾ അത് വരാനിരിക്കുന്ന ദശാബ്ദങ്ങളിലേക്കുള്ള BJPയുടെ മിഷൻ 2047ന്റെ തുടക്കമാണ്. BJP നേതൃത്വം അദ്ദേഹത്തെ എന്തുകൊണ്ട് തിരഞ്ഞെടുത്തു? അതിനുള്ള ഉത്തരം ഛത്തീസ്ഗഡിലെ തിരഞ്ഞെടുപ്പ് വിജയത്തിലുണ്ട്. കോൺഗ്രസ് ഉറപ്പായും ജയിക്കുമെന്ന് കരുതിയ ആ മണ്ണിൽ മാസങ്ങളോളം താമസിച്ച് ബൂത്ത് തലത്തിൽ പാർട്ടിയെ ശക്തിപ്പെടുത്തിയ നിതിൻ നബിൻ എന്ന തന്ത്രജ്ഞനാണ് BJP അധികാരത്തിലേറ്റിയത്. ഡൽഹിയിൽ വർഷങ്ങളായി പാർട്ടി നേരിട്ടിരുന്ന പ്രതിസന്ധികളിലും നിതിൻ നബിൻ എന്ന ട്രബിൾ ഷൂട്ടർ തന്റെ മികവ് തെളിയിച്ചു. വെറും ഒരു ഭരണാധികാരി എന്നതിലുപരി പാർട്ടിയുടെ കേഡർമാരുടെ നാടിടിപ്പറിയുന്ന ഒരു യഥാർത്ഥ ഓർഗനൈസേഷണൽ ജീനിയസ് ആണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ വിനയവും എന്നാൽ കർക്കശമായ തീരുമാനങ്ങളും BJPക്ക് പുതിയൊരു ഊർജമാണ് നൽകിയത്. നിതിൻ നബിന്റെ കഥ തുടങ്ങുന്നത് 1980 മെയ് 23 റാഞ്ചിയിലാണ്. ഒരു രാഷ്ട്രീയ പാരമ്പര്യമുള്ള കുടുംബമായിരുന്നു അദ്ദേഹത്തിന്റേത്. മുതിർന്ന BJP നേതാവായിരുന്ന നബിൻ കിഷോർ പ്രസാദ് സിൻഹയുടെ മകൻ. 1998 വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം അദ്ദേഹത്തെ കാത്തിരുന്നത് പിതാവിന്റെ കൈ പിടിച്ച് രാഷ്ട്രീയത്തിന്റെ പടികൾ കയറാനായിരുന്നു. പക്ഷേ വിധി മറ്റൊന്നായിരുന്നു. 2006 പിതാവിന്റെ അപ്രതീക്ഷിത വിയോഗം. ആ ദുഃഖത്തിനിടയിൽ നിതിൻ നബിൻ ഒരു തീരുമാനമെടുത്തു: പിതാവിന്റെ പാത തുടരുക. അങ്ങനെ 2006 പട്ന വെസ്റ്റിലെ ഉപതിരഞ്ഞെടുപ്പിലൂടെ അദ്ദേഹം നിയമസഭയിലെത്തി. ആ ഉപതിരഞ്ഞെടുപ്പ് വിജയമായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ചുവടുവെപ്പ്. പട്ന വെസ്റ്റ് പിന്നീട് ബങ്കിപ്പൂറായി മാറിയപ്പോഴും നിതിൻ നബിൻ എന്ന പേരിന് മാറ്റമുണ്ടായില്ല. 2010 തുടങ്ങി 2025 പോലും അദ്ദേഹം വിജയിച്ചു. ഒരു സാധാരണ MLA ആകുകയായിരുന്നില്ല അദ്ദേഹത്തിന്റെ ലക്ഷ്യം. നിതിൻ നബിൻ ഒരൊറ്റ തിരഞ്ഞെടുപ്പിലും തോറ്റിട്ടില്ല. അദ്ദേഹത്തിന്റെ ജനപിന്തുണയുടെ തെളിവ് ഇതാണ്. 2025 തിരഞ്ഞെടുപ്പിൽ 98,299 വോട്ടുകൾ, എതിരാളിയെ 51,931 വോട്ടുകൾക്കാണ് അദ്ദേഹം തകർത്തത്. ഈ വിജയം സൂചിപ്പിക്കുന്നത് ബീഹാറിലെ സാധാരണ ജനങ്ങൾക്കിടയിൽ അദ്ദേഹത്തിനുള്ള സ്വാധീനമാണ്. അടിത്തട്ടിൽ നിന്ന് കേഡർമാരെ സജ്ജമാക്കാൻ അദ്ദേഹത്തിന് പ്രത്യേക കഴിവുണ്ട്. ഇതാണ് BJP കണ്ടറിഞ്ഞത്. ബീഹാറിന് പുറത്ത് സിക്കിമിലും ഛത്തീസ്ഗഡിലും അദ്ദേഹം വഹിച്ച തിരഞ്ഞെടുപ്പ് ഇൻചാർജ് പദവികൾ പാർട്ടിക്കുള്ളിലെ അദ്ദേഹത്തിന്റെ സംഘടനാപരമായ കഴിവുകൾക്കുള്ള തെളിവാണ്. ഒരു വലിയ പുനഃസംഘടന ആവശ്യമായി വന്നപ്പോൾ BJP നേതൃത്വം JP നദ്ദയ്ക്ക് ശേഷം പാർട്ടിയെ നയിക്കാൻ തിരഞ്ഞെടുത്തത് തെളിയിക്കപ്പെട്ട ഈ നേതാവിനെയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോലും അദ്ദേഹത്തെ അഭിനന്ദിച്ചത് ശ്രദ്ധേയമാണ്. എളിമയുള്ള സ്വഭാവത്തിനും ഉറച്ച പ്രവർത്തന ശൈലിക്കും അദ്ദേഹം പേര് കേട്ടവനാണ്, മോദി പറഞ്ഞു. ഒരു പ്രാദേശിക രാഷ്ട്രീയക്കാരനിൽ നിന്ന് BJPയുടെ ദേശീയ തലപ്പത്തേക്ക്. ഇത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സംഭവിക്കുന്ന ഒരു വലിയ മാറ്റമാണ്. ഈ പുതിയ പദവി നിതിൻ നബിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഒരു നിർണായക വഴിത്തിരിവാണ്. നിതിൻ നബിന്റെ ഈ വളർച്ചയെ നിങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നു? തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.